തുഞ്ചൻ വിഷൻ ന്യൂസ് ചാനൽ മെജസ്റ്റിക് ജ്വല്ലറി സഹകരിച്ച് നടത്തുന്ന മൈലാഞ്ചി മൊഞ്ച് എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ മൈലാഞ്ചി മൊഞ്ച് എന്ന മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് മത്സരാർത്ഥികൾ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അവരൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അനീഷ. എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ? PG. ഇതിനു മുമ്പ് മത്സരത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. എന്തായാലും പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയൊന്നുമില്ല, വെറുതെ ഒന്ന് പങ്കെടുത്ത് വെക്കാന്ന് വിചാരിച്ചു. സാറില്ല, നടക്കട്ടെ. ഇയാളെ പേരെന്താ? ജ്യോതി. ജ്യോതി എന്ത് ചെയ്യുന്നു? PG. PG ചെയ്യുന്നു. വീട് എവിടെയാ? പാലക്കാട്. പാലക്കാട് നിന്നാണ് വന്നിരിക്കുന്നത്? അതെയോ? മലയാള സർവകലാശാലയിലാണ്. അവിടെ പഠിക്കുന്നത് അല്ലേ? ശരി. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയൊന്നുമില്ല, ആദ്യമായിട്ട്. അല്ല, പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണല്ലോ ഇവിടെ വന്നത്. ജസ്റ്റ് പങ്കെടുക്കാൻ എഴുതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് വിജിഷ. വിജിഷ എന്ത് ചെയ്യുന്നു? ഞാൻ PG ഭാഷാശാസ്ത്രം. അതെ, ഇവിടെ തന്നെ? അല്ല, മഞ്ചേരിയാണ് വീട്. മഞ്ചേരി മലയാള യൂണിവേഴ്സിറ്റിയിലാണ്. ശരി, അവിടെ പഠിക്കുന്നു അല്ലേ? വീട് മഞ്ചേരി. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, പപ്പ, അനിയത്തിമാര്. ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതൊരു കൾച്ചറൽ ഈവന്റ് അല്ലേ, അപ്പൊ അതിൽ പങ്കെടുക്കാന്ന് വിചാരിച്ചിട്ടില്ല. അല്ലാതെ മൈലാഞ്ചിയില് എങ്ങനെ? അങ്ങനെയൊന്നുമില്ല, വെറുതെ ആദ്യമായിട്ട്. അതെ. ഹലോ, നമസ്കാരം. ഒന്ന് പരിചയപ്പെടാലോ അല്ലേ? ഷെമീന എവിടുന്നാ വരുന്നത്? പഠിക്കുകയാണോ? പ്ലസ് ടു കഴിഞ്ഞു. പുതിയ കോഴ്സ് ഒന്നും ചേരാനായിട്ടില്ല? ഡിഗ്രിക്ക് കിട്ടിയിട്ടുണ്ട്. ആദവനാട്. ഓക്കെ, ശരി. ഇപ്പോൾ ഇത് ഫ്രണ്ട് ആണല്ലോ അല്ലേ? ഫ്രണ്ടിന്റെ പേരെന്താണ്? നാഫില അല്ലേ? ഓക്കെ. എന്താണ് ഇപ്പോൾ, ഏത് ഡിസൈനാണ് ഇപ്പോൾ ചെയ്തത് അറിയോ? അങ്ങനെയൊന്നുമില്ല. മുമ്പ് ഏതെങ്കിലുമൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണല്ലേ തുഞ്ചൻ വിഷൻ ന്യൂസ് ചാനലിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്? എന്തായാലും നന്നായിട്ട് മത്സരിക്കുക. ഒന്നാം സ്ഥാനത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ. എൻ്റെ പേര്
ശ്രീലേഖ എന്ത് ചെയ്യുന്നു? PG. ഇവിടെ തന്നെ. ഇവിടെ തന്നെ. ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. വീട് ഇവിടെ തന്നെ? അല്ല, കോട്ടയം. കോട്ടയത്ത് അല്ല പഠിക്കുന്നത്. ഓക്കെ ഓക്കെ. ഷെമീന ഞാൻ MBBS ഫസ്റ്റ് ഇയർ. ഇവിടെ തന്നെ താമസം? ഞങ്ങൾ താനൂർ. താനൂരാണ്. ശരി. താനൂർ എവിടെ? താനൂർ റെയിൽവേ സ്റ്റേഷനിൽ. ഓക്കെ ഓക്കെ. അതെ, ഇയാളും ഇവിടെ തന്നെ? സിസ്റ്ററാണ്. ശരി. എന്താ പേര്? ഹസീന. ഹസീന. +2 കഴിഞ്ഞു. മുമ്പ് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടോ? അതെ, അനിയത്തി നന്നായിട്ട് ഇടും അല്ലേ? അതുകൊണ്ട് മത്സരിക്കാൻ വന്നേ. എന്തായാലും പ്രൈസ് അടിക്കും പ്രതീക്ഷിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്താ പേരെന്താണ്? റിയ. റിയ എവിടെ നിന്ന് വരുന്നത്? റിയ കാരത്തൂർ. കാരത്തൂരല്ലേ? പഠിക്കുകയാണോ? അതെ, ഡിഗ്രിക്ക്. എവിടെയാണ്? കിതുമത്ത്. കിതുമത്ത് കോളേജിൽ ഞാൻ പഠിച്ചതാണ് കേട്ടോ. ഒരു 2009 അവിടെ പഠിച്ചിട്ടുണ്ട്. എന്തായാലും സുഹൃത്ത് ഫ്രണ്ടിൻ്റെ പേരെന്താ? സിൻഷിഫ. പഠിക്കുക തന്നെയാണല്ലോ പ്രിൻസിപ്പല്ലേ? ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. എന്താണ് ഇപ്പോൾ ഡിസൈന് മുമ്പൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ഇങ്ങനത്തെ പ്രോഗ്രാം ജസ്റ്റ് കോളേജ് വൈസിലൊക്കെയാണ് പങ്കെടുത്തത്. കോളേജിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയോ? ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടല്ലേ? അല്ലെ ഇന്ന് ഇവിടെ ഫസ്റ്റ് കിട്ടോ? അറിയില്ല. അല്ല, കോൺഫിഡൻസ് അല്ലേ? ഉണ്ട്. ഈ അങ്ങനെ ഒരു ഡിസൈനിങ് മുഗൾ ചക്രം ഇന്ത്യൻ ട്രഡീഷനാണ്. ഇന്ത്യൻ ട്രഡീഷണൽ ഡിസൈൻ. ഓക്കെ ഓക്കെ. അസ്സലാമലൈക്കും. എന്താ പേര്? റിൻഷി. റിൻഷി. എന്താ ചെയ്യുന്നേ? +2 പഠിക്കാം? അല്ല, ഫാത്തിമ മതയിൽ. ഇവിടെ ഫാത്തിമ. വീട് ഇവിടെ തന്നെ? അതെ. മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണ്? അതെ. എങ്ങനെ വിശ്വാസം ഉണ്ടോ? ഇയാളാണ്. ഇയാൾ കൈ കാട്ടി കൊടുക്കുന്നു. ഇയാളിരുന്നു. ഇയാളുടെ പേരെന്താ? ശരി. ഞാൻ ഫാഷൻ ഡിസൈനറാണ്. അതെയോ? അതല്ലേ, കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ ചെയ്തോളൂ. വേറെന്തെങ്കിലും വീട്ടിൽ വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ല, ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫാഷൻ ഡിസൈനർ. വീട് എവിടെ? ആലത്തിയൂർ. ആലത്തൂര്. ഓക്കെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നടക്കട്ടെ. ഓക്കെ, ഒന്ന് പേര് പറയാം. പേര് പറയാണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ശ്രുതി. ശ്രുതി എവിടെ നിന്ന് വരുന്നത്? ഇവിടെ അടുത്ത സ്ഥലമില്ലേ? ഇതാ ഇവിടെ അന്നാരാണല്ലേ? ഓക്കെ. ശ്രുതിയുടെ പാർട്ടിസിപ്പന്റ് പേര്? അസ്ലിം. ഓക്കെ. പഠിക്കുകയാണ് ശ്രുതി? പഠിക്കുകയാണ്? കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞു. അസ്ലിം എന്താ? ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്മേറ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു പഴയ ഓർമ്മകളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഈ മത്സരത്തിൽ പങ്കെടുത്താണെന്ന് തോന്നുന്നു അല്ലേ? ശരിയാണോ? അങ്ങനൊന്നുമില്ല. മുമ്പ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, അവിടെ പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ ആയിട്ട് ഒരു മൈലാഞ്ചി ഇടാൻ വിചാരിച്ചു അല്ലേ? എന്താണ്, ഏത് ഡിസൈനാണ് ഇപ്പോൾ ചെയ്യുന്നത് അറിയോ? ന്യൂ ബ്രൈഡൽ ഡിസൈൻ അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ മുമ്പ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? അപ്പോൾ എന്തായാലും 1ാം സ്ഥാനം തന്നെ കിട്ടാൻ എല്ലാവിധ ആശംസകളും നേരെയാണ് കേട്ടോ. എന്താ പേര്? ഷർഫിയ. ഷർഫി എന്ത് ചെയ്യുന്നേ? +1. +1 പഠിക്കുക. ഇവിടെ തന്നെ വീട്? ആലഞ്ചോട്. അതെ. മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ മൈലാഞ്ചി? അയാൾ മൈലാഞ്ചി ഇരുന്നു. ഇയാൾ കാണിച്ചു. ഓക്കെ ഓക്കെ. ഇയാളുടെ പേരെന്താ? രാഷിക. എന്ത് ചെയ്യുന്നു? ഡിഗ്രി ഫൈനൽ.
ഇവിടെ തന്നെ വീട്? അല്ല, ആലിഞ്ചൂട്, മൂന്നിയൂര്. ആദ്യം മത്സരിച്ചിട്ടുണ്ട് മുമ്പ്? ഇവിടെ അല്ല, വേറെ സ്ഥലത്ത് വെച്ചിട്ട്. പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ഫസ്റ്റ് ടീം. ഓ, ഇപ്രാവശ്യം നേടുവോ? അറിയില്ല, ഇവിടെ എത്ര ആൾക്കാരെ കണ്ടപ്പോ. പ്രതീക്ഷയുണ്ട്. ആ, അറിയില്ല, ഇനി എങ്ങനെയാണ് ഇവിടുത്തെ അറിയില്ലല്ലോ. ഇയാൾക്ക് പ്രതീക്ഷയുണ്ടോ? ആ, കിട്ടാം, അറിയില്ല. നല്ല നല്ല മൈലേജ് ഡിസൈനൊക്കെ ഇടുന്നതല്ലേ? ആ, അങ്ങനെ പുതിയണ്ണിനൊക്കെ ഇട്ടെടുത്തേണ്. അതെ, ഇങ്ങനെ പുറത്തൊക്കെ പോയിടാറുണ്ട്? പുറത്ത് പോയിടാറില്ല, ഫ്രണ്ട്സിനൊക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഷറാട്ടെ. എൻ്റെ പേരെന്താണ്? റുക്സാന. റുക്സാന. റുക്സാന എവിടെയാ പഠിക്കുകയാണോ? അല്ല, വർക്ക് ചെയ്യും. വർക്ക് ചെയ്യണോ? എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? തിരൂര് ഫോംസ് ബിൽഡേഴ്സ്. ഫോംസ് ബിൽഡേഴ്സിൽ. ഓക്കെ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്? അതെ. ആദ്യമായിട്ടാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അല്ലേ? കൂടെയുള്ള ആളെ പേരെന്താണ്? ഷാരിയ അല്ലേ? രണ്ടുപേരും ഫോംസിലാണോ വർക്ക് ചെയ്യുന്നത്? അതെ. ഓക്കെ. എന്തായാലും എന്നാണ് ഈ മത്സരത്തെ കുറിച്ച് എന്താണ് ഇപ്പോൾ ഏത് ഡിസൈനാണ് ഇപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത്? അറിയോ? ട്രഡീഷണൽ ഡിസൈൻ ആണല്ലോ അല്ലേ? ഓക്കെ. മുമ്പ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്? അല്ല, ഇല്ല. ഓക്കെ. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേരെന്താണ്? റുക്സാന. റുക്സാന. റുക്സാന എവിടെയാ പഠിക്കുകയാണോ? അല്ല, വർക്ക് ചെയ്യും. വർക്ക് ചെയ്യണോ? എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? തിരൂര് ഫോംസ് ബിൽഡേഴ്സ്. ഫോംസ് ബിൽഡേഴ്സിൽ. ഓക്കെ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്? അതെ. ആദ്യമായിട്ടാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അല്ലേ? കൂടെയുള്ള ആളെ പേരെന്താണ്? ഷാരിയ അല്ലേ? രണ്ടുപേരും ഫോംസിലാണോ വർക്ക് ചെയ്യുന്നത്? അതെ. ഓക്കെ. എന്തായാലും എന്നാണ് ഈ മത്സരത്തെ കുറിച്ച് എന്താണ് ഇപ്പോൾ ഏത് ഡിസൈനാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? അറിയോ? ട്രഡീഷണൽ ഡിസൈൻ ആണല്ലോ അല്ലേ? ഓക്കെ. മുമ്പ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്? അല്ല, ഇല്ല. ഓക്കെ. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഹായ് മോളു, എൻ്റെ പേരെന്താ? പേര് പറ. അനിയ. അനിയ എന്തിനാ പഠിക്കുന്നേ? ഇവിടെ ആരോടെ വന്നേ? പ്രജി ആരാ? ഇത്താത്തയാ? ഉമ്മയാ? പിന്നെ ആരാ? അറിയില്ല, മറന്നുപോയി ആരാന്ന്. എന്താ അവരെവിടെ? എവിടെ? ഇതാണ്? അതെയാ? മോൾക്ക് മൈലാഞ്ചി ഇടാൻ അറിയാ? മൈലാഞ്ചി ഇടാൻ അറിയില്ല? പിന്നെന്താ ഇവിടെ വന്നേ? താത്തൻ്റെ ഇവിടെ വന്നല്ലേ? ഓക്കെ ഓക്കെ. പേരെന്താണ്? തൻസി. തെൻസിൽ. തെൻസിയുടെ കൂടെ ആരാണ് തെൻസിക്ക് മൈലാഞ്ചി ഇട്ടത്? എൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടാണല്ലേ? ഫ്രണ്ടിന്റെ പേര് പറയൂ. തസ്നി. തസ്ലി. തസ്നി. തസ്നി. തസ്നി എവിടെ പഠിക്കുന്നത്? അവളെ MSS. അപ്പോൾ നിങ്ങളോ? ഞാൻ മാരീഡാണ്. മാരീഡ്. ഓക്കെ, ശരി. ഇതിപ്പോൾ ആദ്യമായിട്ടാണോ മത്സരത്തിൽ പങ്കെടുക്കുന്നത്? മത്സരത്തിൽ അല്ല അല്ല, ഒരുപാട് മത്സരങ്ങൾ പങ്കെടുക്കുന്നു. മുമ്പ് എവിടെയെങ്കിലും മത്സരത്തിൽ ഒന്നാം സ്ഥാനോ രണ്ടാം സ്ഥാനമൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ടല്ലോ? കിട്ടിയിട്ടുണ്ട്. എവിടെയൊക്കെയാണ്? പുത്തനത്താണി. സ്ഥിരമായി ഇപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെയും നിങ്ങൾ ഒന്നാം സ്ഥാനം നേടും അല്ലേ? അതിനുള്ള ശ്രമമാണല്ലേ? ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ഇടുന്ന ഡിസൈൻ ഏതാണ്? ഇത് ട്രഡീഷണൽ ഇന്ത്യൻ ഡിസൈൻ. ട്രഡീഷണൽ ഇന്ത്യൻ മുഗൾ ഡിസൈനാണോ? അതെ. മുഗളാണോ? ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്.
അസ്സലാമു അലൈക്കും. എന്താ ഉപ്പ പേരെന്താ? ഇല്ലാസ്. യെസ്, ഇവിടെ തന്നെ ആലത്തൂരാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ മലബാർ പൊന്ന് പറഞ്ഞ കട. അതെ, ഇന്നിവിടെ മകള് അതെ, എന്ത് പഠിക്കുന്നു? അവളിപ്പോ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞ് നിൽക്കുകയാണ്. അതെ, പേരെന്താ മോളുടെ? ഷാനാഫി. ഇർഷാന. അതെയാ, ഉമ്മയുടെ പേരെന്താ? നോമ്പൊക്കെ എങ്ങനെ ഉഷാറായിട്ട് പോകുന്നു? ജോലിയൊക്കെ ഇനിയിപ്പോ വീട്ടിൽ പോയിട്ടായിരിക്കും അല്ലേ? ഇവര് 3 പേരാ? അല്ല, 4 പേരാണ്. മൂത്തത് ഒരു മോനുണ്ട്. അതെ, രണ്ടാമത്തെ മോളാണ് മത്സരിക്കുന്നത്. അതെ, പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ അങ്ങനെയുള്ള കുട്ടികൾ ഒരുപാടുണ്ട്. പിന്നെ സ്കൂളിലൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതെയോ? മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. ആ സ്കൂളിൽ മത്സരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ? ആയിക്കോട്ടെ, ആ പ്രതീക്ഷ ഇത് കഴിയുന്നത് വരെ ഉണ്ടോട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.